ഹലോ ഡിയർ ഫ്രണ്ട്സ്, സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റ് പരീക്ഷയുടെ സമഗ്ര പരിശീലനമാണ് എൻ്റെ ഈ യൂട്യൂബ് വീഡിയോയിലൂടെ ഞാൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്. എല്ലാ ടോപ്പിക്കും GK, മാത്സ്, കറണ്ട് അഫയേഴ്സ്, ഇംഗ്ലീഷ്, മലയാളം എല്ലാം ഞാൻ കവർ ചെയ്യുന്നുണ്ട്. ഇന്നത്തെ ഈ എപ്പിസോഡ് 5 GKയുടെ 5ാമത്തെ എപ്പിസോഡാണിത്. കുറച്ച് ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻസ്, പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ച് ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻസാണ് ഞാൻ ഈ എപ്പിസോഡിൽ കവർ ചെയ്യുന്നത്. നിങ്ങൾ എൻ്റെ ഈ എപ്പിസോഡ് നല്ലതുപോലെ കാണുക, കേൾക്കുക, മനസ്സിലാക്കുക. അതുപോലെ എൻ്റെ ബാക്കി ടോപ്പിക്കിലെ ബാക്കി വീഡിയോയും GKയുടെ തന്നെ പഴയ വീഡിയോയും എല്ലാം കാണുക. ഞാൻ എല്ലാ ദിവസവും വീഡിയോ ഇടുന്നതായിരിക്കും. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അപ്പോൾ നിങ്ങൾക്ക് എല്ലാ വീഡിയോയും ലഭ്യമാകുന്നതായിരിക്കും. നമുക്ക് ഈ എപ്പിസോഡിലെ ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഏത് സ്ഥാപനത്തിലാണ് സൗത്ത് ഇന്ത്യൻ രംഗകലാ മ്യൂസിയം ഉള്ളത്? ഏത് സ്ഥാപനത്തിലാണ് സൗത്ത് ഇന്ത്യൻ രംഗകലാ മ്യൂസിയം ഉള്ളത്? നിങ്ങൾക്കെല്ലാവർക്കും അറിയായിരിക്കും, കേരള കലാമണ്ഡലമാണ് റൈറ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. പോക്സോ നിയമം 2012 പ്രകാരം കുട്ടിയായി കണക്കാക്കുന്ന പ്രായപരിധി. പോക്സോ നിയമം 2012 നിലവിൽ വന്നത്. അത് പ്രകാരം കുട്ടിയായി കണക്കാക്കുന്ന പ്രായപരിധി 18 വയസ്സാണ്. 18 വയസ്സ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. കോൺഗ്രസ് പൂർണ്ണ സ്വരാജ് പ്രഖ്യാപനം നടത്തിയ സമ്മേളനത്തിൽ അധ്യക്ഷൻ ആരായിരുന്നു? ജവഹർലാൽ നെഹ്റു. കോൺഗ്രസ് പൂർണ്ണ സ്വരാജ് പ്രഖ്യാപനം നടത്തിയ സമ്മേളനത്തിൽ അധ്യക്ഷൻ ജവഹർലാൽ നെഹ്റു ആയിരുന്നു. ലോക റേഡിയോ ദിനം ഫെബ്രുവരി 13. ലോക റേഡിയോ ദിനം. വിഴിഞ്ഞം തുറമുഖം ഏത് താലൂക്കിലാണ്? വിഴിഞ്ഞം തുറമുഖം സ്ഥിതി ചെയ്യുന്നത് നെയ്യാറ്റിൻകര താലൂക്കിലാണ്. വിഴിഞ്ഞം തുറമുഖം സ്ഥിതി ചെയ്യുന്നത് നെയ്യാറ്റിൻകര താലൂക്കിലാണ്. ഏത് ജീവിതശൈലി രോഗത്തിൻ്റെ ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്ന പ്രധാന മരുന്നാണ് മെറ്റ്മോർഫിൻ? മെറ്റ്മോർഫിൻ ഉപയോഗിക്കുന്നത് പ്രമേഹം ചികിത്സയ്ക്കായിട്ടാണ്. ജീവിതശൈലി രോഗമായ പ്രമേഹത്തിൻ്റെ ചികിത്സയ്ക്കാണ് മെറ്റ്മോർഫിൻ ഉപയോഗിക്കുന്നത്. ആറാട്ടുപുഴ പൂരം അരങ്ങേറുന്ന ജില്ല ഏത്? തൃശ്ശൂർ ജില്ലയിലാണ് ആറാട്ടുപുഴ പൂരം അരങ്ങേറുന്നത്. തൃശ്ശൂർ ജില്ല. ആറാട്ടുപുഴ പൂരം അരങ്ങേറുന്ന ജില്ല. പരിസ്ഥിതി കമാൻഡോസ് എന്നറിയപ്പെടുന്ന സംഘടന ഏത്? ഗ്രീൻ പീസ് ആണ് പരിസ്ഥിതി കമാൻഡോസ് എന്നറിയപ്പെടുന്ന സംഘടന. മൺസൂൺ കാലാവസ്ഥാ മേഖലകളിൽ രൂപം കൊള്ളുന്ന ഫലപുഷ്ടി കുറഞ്ഞ മണ്ണിനമേത്? മൺസൂൺ കാലാവസ്ഥാ മേഖലകളിൽ രൂപം കൊള്ളുന്ന ഫലപുഷ്ടി കുറഞ്ഞ മണ്ണ് ലാറ്ററൈറ്റ്. ഭരണഘടനയുടെ കൺകറന്റ് ലിസ്റ്റിലെ ഏതാനും വിഷയങ്ങൾ ചുവടെ നൽകുന്നു. ആ വിഷയങ്ങൾ ഏതൊക്കെയാണെന്ന് വെച്ചാൽ വിദ്യാഭ്യാസം, വനങ്ങൾ, അളവ് തൂക്കങ്ങൾ, വന്യജീവി സംരക്ഷണം. അങ്ങനെ 4 വിഷയങ്ങൾ ചുവടെ ചേർക്കുന്നു. 1976 42ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ കൺകറന്റ് ലിസ്റ്റിലേക്ക് മാറ്റിയ ഇനങ്ങൾ ഏവ? ഈ തന്നിരിക്കുന്ന 4 ഇനങ്ങളിൽ ഏതാണ് 1976 42ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ കൺകറന്റ് ലിസ്റ്റിലേക്ക് മാറ്റിയത് എന്നാണ് ക്വസ്റ്റ്യൻ. ഇതിൽ ഈ 4ഉം കറക്റ്റ് തന്നെയാണ്. വിദ്യാഭ്യാസം, വനങ്ങൾ, അളവ് തൂക്കങ്ങൾ, വന്യജീവി സംരക്ഷണം. ഇത് 4ഉം കറക്റ്റ് തന്നെയാണ്. പ്രിവെൻഷൻ ഓഫ് കറപ്ഷൻ ആക്ട് നിലവിൽ വന്ന വർഷമേത്? പ്രിവെൻഷൻ ഓഫ് കറപ്ഷൻ ആക്ട് നിലവിൽ വന്ന വർഷമേത്? 1988 സെപ്റ്റംബർ മാസം. 1988 സെപ്റ്റംബർ. ഇന്ത്യ വിക്ഷേപിച്ച ലോകത്തെ ഏറ്റവും ഭാരം കുറഞ്ഞ ഉപഗ്രഹമേത്? കലാം സാറ്റ് V2 ആണ് ഏറ്റവും ഭാരം കുറഞ്ഞ ഉപഗ്രഹം. ഇന്ത്യ വിക്ഷേപിച്ച ലോകത്തെ ഏറ്റവും ഭാരം കുറഞ്ഞ ഉപഗ്രഹം കലാം സാറ്റ് V2. കൊച്ചി രാജ്യ പ്രജാമണ്ഡലം രൂപം കൊണ്ട വർഷമേത്? 1941 കൊച്ചി രാജ്യ പ്രജാമണ്ഡലം രൂപം കൊണ്ടത്. കർമ്മയോഗി ആരുടെ ജീവചരിത്രമാണ്? കർമ്മയോഗി ഇ ശ്രീധരൻ്റെ ജീവചരിത്രമാണ്. ജീവചരിത്രമാണ് കർമ്മയോഗി. സുരക്ഷായനം എന്നത് ഏത് സ്ഥാപനത്തിൻ്റെ ആപ്തവാക്യമാണ്?
ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ആപ്തവാക്യമാണ് സുരക്ഷായനം. ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ആപ്തവാക്യമാണ് സുരക്ഷായനം. രാഷ്ട്രത്തലവന് നാമമാത്ര അധികാരം എന്ന ആശയം ഇന്ത്യ ഏത് രാജ്യത്ത് നിന്നാണ് സ്വീകരിച്ചിരിക്കുന്നത്? ബ്രിട്ടനിൽ നിന്നാണ് രാഷ്ട്രത്തലവന് നാമമാത്ര അധികാരം എന്ന ആശയം ഇന്ത്യ സ്വീകരിച്ചിരിക്കുന്നത്. ഭൂമധ്യരേഖാ പ്രദേശത്ത് ലഭിക്കുന്ന മഴ അതിനെന്താണ് പറയുന്നത്? സംവഹന വൃഷ്ടി. ഭൂമധ്യരേഖാ പ്രദേശത്ത് ലഭിക്കുന്ന മഴയെ പറയുന്നതാണ് സംവഹന വൃഷ്ടി. സാക്ഷരതയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര്? കുര്യാക്കോസ് ഏലിയാസ് ചാവറയാണ് സാക്ഷരതയുടെ പിതാവ് എന്നറിയപ്പെടുന്നത്. കുര്യാക്കോസ് ഏലിയാസ് ചാവറ സാക്ഷരതയുടെ പിതാവ്. ലെപ്റ്റോസ്പെറോസിസ് എന്നറിയപ്പെടുന്ന സാംക്രമിക രോഗമേത്? എലിപ്പനിയെയാണ് ലെപ്റ്റോസ്പെറോസിസ് എന്ന് അറിയപ്പെടുന്നത്. ഭൈരവിക്കോലം ഏത് കലാരൂപവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഭൈരവിക്കോലം പടയണി എന്ന കലാരൂപവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. പടയണി എന്ന കലാരൂപവുമായി ബന്ധപ്പെട്ടിരിക്കുന്നതാണ് ഭൈരവിക്കോലം. കുന്നുകളുടെ രാജ്ഞി എന്നറിയപ്പെടുന്ന ദക്ഷിണേന്ത്യയിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രം ഊട്ടിയാണ്. കുന്നുകളുടെ രാജ്ഞി എന്നറിയപ്പെടുന്ന ദക്ഷിണേന്ത്യയിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രം. അടുത്ത ക്വസ്റ്റ്യൻ. ഏത് ജീവിതശൈലി രോഗത്തിൻ്റെ വകഭേദങ്ങളാണ് ഗൈനോയിഡ്, ആൻഡ്രോയിഡ് എന്നിവ? പൊണ്ണത്തടി എന്ന ജീവിതശൈലി രോഗത്തിൻ്റെ വകഭേദങ്ങളാണ് ഗൈനോയിഡ്, ആൻഡ്രോയിഡ് മുതലായവ. ബ്രിട്ടീഷുകാർ കുറിച്യ കലാപം അടിച്ചമർത്തിയത് എന്നായിരുന്നു? 1812 മേയിൽ ബ്രിട്ടീഷുകാർ കുറിച്യ കലാപം അടിച്ചമർത്തിയത് 1812 മേയിലായിരുന്നു. ഭൂമിയുടെ ഉള്ളിലേക്ക് എത്ര കിലോമീറ്റർ വരെയാണ് ഇതുവരെയായി എത്തിച്ചേരാൻ കഴിഞ്ഞിട്ടുള്ളത്? 12 കിലോമീറ്റർ വരെയാണ് എത്തിച്ചേരാൻ കഴിഞ്ഞിട്ടുള്ളത്. ഭൂമിയുടെ ഉള്ളിലേക്ക് 12 കിലോമീറ്റർ വരെ. ഇന്ത്യയിലെ പ്രഥമ വനിതാ കബഡി ലീഗ് നടന്നത് എവിടെയാണ്? ഇന്ത്യയിലെ പ്രഥമ വനിതാ കബഡി ലീഗ് നടന്നത് എവിടെയാണ്? ദുബായിലായിരുന്നു വനിതാ കബഡി ലീഗ് നടന്നത്. ലോക് ജാ രോഗം എന്നറിയപ്പെടുന്നത് ടെറ്റനസ് ആണ്. ലോക് ജാ രോഗം. ചെമ്പ്ര മല കേരളത്തിലെ ഏത് ജില്ലയിലാണ്? ചെമ്പ്രമല കേരളത്തിലെ ഏത് ജില്ലയിലാണ്? വയനാട് ജില്ലയിലാണ് ചെമ്പ്രമല. ഇന്ത്യയിൽ പുതുക്കിയ ദേശീയ വനനയം നടപ്പാക്കിയ വർഷമേത്? 1988. 1988 ഇന്ത്യയിൽ പുതുക്കിയ ദേശീയ വനനയം നടപ്പിലാക്കിയത്. വനനയമാണ്, ഓർത്തോളണം. 1988. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. പാർപ്പിടങ്ങൾ, റോഡുകൾ എന്നിവയെ സൂചിപ്പിക്കുന്ന ഭൂപടത്തിലെ നിറമേത്? ചുവപ്പ്. റോഡുകൾ, പാർപ്പിടങ്ങൾ ഇവയ്ക്ക് നൽകുന്ന ഭൂപടത്തിലെ നിറമാണ് ചുവപ്പ്. കോൺഗ്രസ് അലഹബാദ് സമ്മേളനത്തിൽ പങ്കെടുത്തതിനെ തുടർന്ന് സ്വന്തം സമുദായത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ട നവോത്ഥാന നായകൻ. കോൺഗ്രസ് അലഹാബാദ് സമ്മേളനത്തിൽ പങ്കെടുത്തതിനെ തുടർന്ന് സ്വന്തം സമുദായത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ട നവോത്ഥാന നായകൻ VT ഭട്ടതിരിപ്പാട്. അയാളെ സ്വന്തം സമുദായത്തിൽ നിന്ന് പുറത്താക്കി കോൺഗ്രസ് അലഹാബാദ് സമ്മേളനത്തിൽ പങ്കെടുത്തത് കാരണം VT ഭട്ടതിരിപ്പാടിനെയാണ് പുറത്താക്കിയത്. ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഫുള്ളിരുന്ന് വാച്ച് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ ഞാനിടുന്ന എല്ലാ വീഡിയോയും, ഇപ്പോൾ 100-ൽ പരം വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്, ഇടുന്ന എല്ലാ വീഡിയോയും നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. ഈ സെക്രട്ടറി അസിസ്റ്റൻ്റ് പരീക്ഷയ്ക്ക് മാത്രമല്ല, PSCയുടെ എല്ലാ പരീക്ഷകൾക്കും ഉപയോഗിക്കാവുന്ന ക്വസ്റ്റ്യൻസാണ് ഇതെല്ലാം. നല്ല രീതിയിൽ പഠിച്ച് നല്ല റാങ്ക് ലിസ്റ്റിൽ ഉന്നത വിജയം കരസ്ഥമാക്കി റാങ്ക് ലിസ്റ്റിൽ ഇടം നേടുക. താങ്ക് യു.